എല്ലാവർക്കും നമസ്കാരം. ഞാനാണ് വിനോദ് ബാബു, വി ഫോക്ക് ബാൻഡ് പാലോട്. ഇന്ന് ഞാൻ എത്തിയിട്ടുള്ളത് രേണു സുധീനെക്കുറിച്ച് പറയാനും അതുപോലെ തന്നെ ഇന്നലെ മരിച്ച 23 വയസ്സുള്ള ആ ഒരു പെൺകുട്ടി. കാരണം മതപരിവർത്തനത്തെ ഊട്ടിയുറപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ആ ഒരു കുട്ടി ആ ഒരു കയറിൻ്റെ തുമ്പിൽ തൂങ്ങേണ്ടി വന്നത്. അതൊന്ന്. പിന്നെ രേണു സുധി എന്ന് പറയുന്ന ആ കലാകാരിയെ, എൻ്റെ കുട്ടിയെ, എത്ര നാണമില്ല ഇവർക്കൊന്നും. ഒരുപാട് ആൾക്കാരാണ് ഇപ്പോൾ ആ കലാകാരി ഒന്ന് പച്ച പിടിച്ചു വന്നപ്പോൾ, ഏതായാലും സുധി മരിച്ചതിന് ശേഷം അവർക്ക് ജീവിക്കാനുള്ള മാർഗം തേടി വന്ന ആ ഒരു കലാഫീൽഡിലേക്ക് വന്ന ആ കലാഫീൽഡിൽ അതിന് എനിക്ക് തോന്നുന്നത് ഇന്ന് ഒരു പെണ്ണിനും ഇതുപോലെ ഒരു ഇത് ഉണ്ടായിട്ടുണ്ടാവില്ല. കാരണം എന്തെന്നാ പറയുക, പല തരത്തിലുള്ള ചൂഷണങ്ങളാണ് ആ ഒരു കലാകാരിയോട് എല്ലാവരും ചെയ്യുന്നത്. കുറേ ആളുകൾ സപ്പോർട്ട് ചെയ്യുന്ന ആളുകളുണ്ട്. പക്ഷേ ഇന്നിപ്പോൾ ഞാൻ ഒരു ഇതിൽ കണ്ടു, രേണു സുധിയെ സപ്പോർട്ട് ചെയ്തതിന് ഒരുത്തനെ ഭീഷണിപ്പെടുത്തുന്ന ഒരു വോയിസ് ക്ലിപ്പൊക്കെ കേട്ടു. അപ്പോൾ എന്തായാലും എന്താണ് ഇതിൻ്റെയൊക്കെ ആവശ്യം, എന്താണൊക്കെ ഇതിൻ്റെ ഒരാൾ ഒന്ന് പച്ച പിടിച്ച് വന്നപ്പോഴേക്ക് അവൾക്ക് ഇന്ന് വേറൊരുത്തൻ, അതായത് സാധാരണ ആണുങ്ങളിപ്പോൾ വേടനെയൊക്കെ വിവാഹ വാഗ്ദാനം നൽകിയിട്ട് പീഡിപ്പിച്ചു, അങ്ങനെ ബലാത്സംഗം ചെയ്തു എന്നൊക്കെയുള്ളൊരു സംഭവമൊക്കെ നമ്മൾ കേട്ട്. ഇത് നേരെ തിരിച്ചാണ്. ഇന്നൊരു ഊളച്ചക്കം വന്നിട്ട് രേണു സുധി ഇവനെ വിവാഹം ചെയ്യാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഒരു സംഭവം പറയുന്നത്. എവിടുന്നാണ് അതൊക്കെ പൊട്ടിമുളച്ച് വന്നത്? എവിടുന്നാണ് അതൊക്കെ വരുന്നത്? എന്തിനു വേണ്ടിയിട്ടാണ് ഈ വരുന്നത്? ആ ആളൊന്നിപ്പോൾ പച്ച പിടിച്ച് വന്നപ്പോൾ അവരവരെ കുടുംബം ഒന്ന് അവർ സന്തോഷത്തോടെ ഇങ്ങനെ ജീവിക്കാൻ വേണ്ടി അവർക്ക് അത്യാവശ്യം പൈസയൊക്കെ ഇങ്ങനെ കയ്യിൽ വന്ന് തുടങ്ങിയപ്പോൾ ഓരോരുത്തരൊക്കെ ഇളകി തുടങ്ങി, കുരു പൊട്ടൽ തുടങ്ങി, മലയാള ഭാഷയെ പറഞ്ഞാൽ. എന്തിനാണ് ഇതിൻ്റെയൊക്കെ ആവശ്യം? എന്താണ് ഇതിൻ്റെയൊക്കെ ആവശ്യം? ഒരാളെ ജീവിക്കാൻ സമ്മതിക്കില്ല. അതുപോലെ തന്നെ മതവും ജാതിയും അതുപോലെ തന്നെ ദളിതരൊക്കെ ഇന്ന് ചവിട്ടി താത്തേണ്ട കാലഘട്ടത്തിലേക്കാണ് ഇപ്പോഴും പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇതൊക്കെ കാണുമ്പോൾ അതിലേക്ക് തന്നെയാണ് ഇതൊക്കെ എത്തിച്ചേരുന്നത്. ഇപ്പോൾ ഇന്നലെ 23 വയസ്സായ ആ പെൺകുട്ടി മരിച്ചതും ഇതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലാണ്, ജാതിയുടെയൊക്കെ അടിസ്ഥാനത്തിലാണ്. അവന് സ്നേഹിച്ചപ്പോഴോ ഇതൊക്കെ അറിഞ്ഞുകൊണ്ട് സ്നേഹിച്ചതാണ്. കാരണം ഈ പരിവർത്തനം നടത്തണമെന്നുണ്ടെങ്കിൽ ഇവളൊരു ഹിന്ദുസാണ്, ഇവൻ മുസ്ലിമാണ്, ഇതൊക്കെ അറിഞ്ഞുകൊണ്ട് തന്നെയാണ്, ബുദ്ധിയുള്ള ആൾക്കാർ തന്നെ. പക്ഷേ ഇതൊക്കെ എന്തിനു വേണ്ടിയിട്ടായിരുന്നു? ഇതൊക്കെ ഒരു മുതലെടുപ്പാണ്. മുതലെടുപ്പിന് വേണ്ടിയിട്ടാണ് ആ 23 വയസ്സുള്ള പെൺകുട്ടീനെ ഇന്ന് ബലിയാടാക്കിയത്. പക്ഷേ ആ കുട്ടി അവൻ ആത്മാർത്ഥമായി സ്നേഹിച്ച് ഒരു കളങ്കമില്ലാത്ത സ്നേഹം അവന് കൊടുത്തത് കാരണമാണ് ആ കുട്ടി മരണത്തേക്ക് പോയത്. നമ്മൾ ആലോചിക്കാനുണ്ട്. നമ്മളൊക്കെ ഒന്ന് ആലോചിച്ച് നോക്ക്. ഇന്നതുപോലെ തന്നെ രേണു സുധിയുടെയൊക്കെ ഒരു മനസ്സിൻ്റെ കട്ടി കൊണ്ടാണ് ആ കുട്ടിയൊക്കെ ഇന്നും ആ ഒരു കലാകാരി ജീവിച്ചിരിക്കുന്നത്. അതല്ലെങ്കിൽ എന്നോ സുധിയുടെ അടുത്തേക്ക് അതും പോയി. ഈ സുധി ഉണ്ടായിരിക്കുമ്പോൾ ആ കുട്ടിയൊന്ന് ഒരു ചാനലിലോ അല്ലെങ്കിൽ ഒരു സോഷ്യൽ മീഡിയയിലോ ഒന്നും വന്നിട്ടില്ല. പക്ഷേ ആൾ മരിച്ചതിന് ശേഷം അവർക്ക് ജീവിക്കാനുള്ള മാർഗം തേടി വന്നു, കലാഫീൽഡിലേക്ക് വന്നപ്പോൾ അതിൻ്റെ കഞ്ഞിയിൽ പോയി വാരിടാനാണ് എല്ലാവരും നടക്കുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കുന്നത്. എന്താണ് ഇതിൻ്റെയൊക്കെ അർത്ഥം? ഒന്ന് മനസ്സിലാക്കി തരുമോ? എന്തായാലും എന്തിനാണ് ഒരാളിങ്ങനെ ചൂഷണം ചെയ്യുന്നത്? ഇത് ചൂഷണം ചെയ്തിട്ട് എന്താണ് നിങ്ങൾക്ക് കിട്ടുന്നത്? അതും കൂടിയൊക്കെ ഒന്ന് ആലോചിക്കുക. കാരണം ഒരാൾ ഒരു കലാഫീൽഡിലേക്ക് വരുന്നു, ആ കലാഫീൽഡിൽ അത്യാവശ്യം മാർക്കറ്റായി വന്നപ്പോൾ ആ മാർക്കറ്റിൽ നിന്ന് അത്യാവശ്യം പൈസയൊക്കെ തേടി വന്നപ്പോൾ ഒരുപാട് ആളുകൾ അതിന് ചൂഷണം ചെയ്യുക, അതല്ലെങ്കിൽ അതിൽ നിന്നൊരു മുതലെടുപ്പ് എന്നൊക്കെ പറയില്ലേ, എന്ന പോലത്തെ ഒരു സംഭവം. എന്തിനാണ് ഇതിൻ്റെയൊക്കെ ആവശ്യം? പിന്നെ പിന്നെ ഈ കറുപ്പ് വെളുപ്പ് എന്നുള്ളൊരു സംഭവം ഉണ്ടല്ലോ നമ്മുടെ നാട്ടിൽ. ഇപ്പം നാട്ടു നടപ്പാണ് ദളിതനും കറുപ്പും വെളുപ്പും എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് സംഭവങ്ങൾ ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ അടിസ്ഥാനം എന്താണെന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാവാത്തത്. വിനായകനെ ഇന്നലെ ഞാൻ വീഡിയോയിലിട്ട് പറഞ്ഞ പോലെ മോഹൻലാലിനെ സാറെന്ന് വിളിക്കുക, മമ്മൂട്ടിനെ സാറെന്ന് വിളിക്കുക, അതുപോലെ തന്നെ വിനായകനെ സാറെന്ന് വിളിക്കാൻ എല്ലാവർക്കും ഒരു പുച്ഛമാണ്. കാരണം വിനായകനെ അഭിനയിച്ച ആ ഒരു അഭിനയമൊന്നും ഇന്നൊരാളും ചെയ്യുന്നില്ല. എന്തായാലും ഭയങ്കര മോശമായ ഒരു തരത്തിലേക്കാണ് ഇന്ന് നമ്മുടെ കേരളം എത്തിക്കൊണ്ടിരിക്കുന്നത്. മരണങ്ങളും അതുപോലെ തന്നെ പ്രേമവിവാഹങ്ങളും എത്തിച്ച് മരണത്തേക്ക് തള്ളിവിടുന്ന പ്രേമങ്ങളും അതുപോലെ ഒരുപാട് സംഭവങ്ങൾ, ലഹരിയാണ് അത് വേറൊരു തരത്തിൽ പോയിക്കൊണ്ടിരിക്കുന്നു. എന്തായാലും പലതരത്തിലുള്ള മരണങ്ങളാണ് ഇന്ന് നമ്മുടെ നാട്ടിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എന്തായാലും അതിനൊക്കെ ഒരു അറുതി വരണം. അതിനുള്ള പിന്നെന്താണെന്ന് വെച്ചാൽ ഇതൊക്കെ നല്ല രീതിയിൽ നടത്തിക്കൊണ്ടുവന്ന ആളുകളും ഇതിൻ്റെയൊക്കെ ബാക്കിൽ പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ളതാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. ഒരു നാട് നന്നാക്കാൻ വേണ്ടി നിൽക്കുന്ന അധികാരികളും
ഇതിന് കൂട്ടായി നിൽക്കുമ്പോൾ എങ്ങനെ നന്നാവാനാ? എന്നെ തച്ചിട്ട് കാര്യമില്ലപ്പ, ഞാൻ നേരാവില്ല എന്ന് പറഞ്ഞ തരത്തിലാണ് ഇപ്പോൾ നമ്മുടെ കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എന്തായാലും നമ്മുടെ നാട് ഇപ്പോൾ പോകുന്നത് ഭയങ്കരമായൊരു ദുരിതത്തിലേക്കാണ്. അപ്പോൾ എന്തായാലും ഇതിനൊക്കെ ഒരു അറുതി വരാതെ നമ്മുടെ നാട് നന്നാവില്ല.